കള്ളക്കുറിശ്ശിയിലെ മദ്യദുരന്തത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായി കേട്ടോ. ചിന്നദുരൈ അറസ്റ്റിലായത് കടലൂരിൽ നിന്നാണ്. മരണസംഖ്യ 50ആയി. ഇന്ന് പുലർച്ചെ ചികിത്സയിലുണ്ടായിരുന്ന 7 പേർ കൂടി മരിച്ചു. ദുരന്തത്തിൽ അണ്ണാ DMK മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. കേസ് CBIക്ക് മാറ്റണമെന്നും ആവശ്യമുണ്ട്. വിവരങ്ങളുമായി KB ശ്രീധരനൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മരണസംഖ്യ 50ആയിരിക്കുന്നു. വളരെ വലിയ മരണസംഖ്യയിലേക്കാണ് പോകുന്നത്. ഇനിയും ഒരുപാട് പേർ ചികിത്സയിലുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി അറസ്റ്റിലായതോടെ ഇനി ഈ കേസിന്റെ ഗതി എങ്ങനെയായിരിക്കും? സർക്കാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും തമിഴ്നാട് ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ വിഷമദ്യ ദുരന്തം തന്നെയാണ് കള്ളക്കുറിശ്ശിയിലേത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 8 പേർ ഇന്ന് സേലത്തും അതുപോലെ തന്നെ കള്ളക്കുറിശ്ശി മെഡിക്കൽ കോളേജിലുമായിട്ട് മരിക്കുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി 50ആയി ഈ മരണസംഖ്യ. ഏതായാലും ഇത് വല്ലാതെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായി തന്നെ മാറുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസിലെ മുഖ്യപ്രതി, അതായത് ഈ വിഷമദ്യം ഉണ്ടാക്കിയ ആളെ ഇന്ന് CID സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കടലൂരിൽ നിന്നാണ് ചിന്നദുരൈ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ ഗോവിന്ദരാജ്, ദാമോദരൻ, വിജയ എന്നിവർക്കൊപ്പം വിഷമദ്യം ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് ഈ ചിന്നദുരൈ. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. ഏതാണ്ട് 100-നടുത്ത് കേസുകൾ ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം ഇപ്പോൾ കാര്യമായി തന്നെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് അണ്ണാ DMK ഇന്ന് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കേസ് CBIക്ക് കൈമാറണമെന്നാണ് അവരുടെ ആവശ്യം. ഇന്നലെ കേസിന്റെ അന്വേഷണം ജുഡീഷ്യൽ കമ്മീഷന് കൈമാറിക്കൊണ്ട് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. BJPയും സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ കത്ത് എഴുതുകയും ചെയ്തിരുന്നു. ഈ ഹർജി ഇന്ന് പരിഗണിക്കും. മറ്റൊരു കാര്യം, ഈ സംഭവം, അതായത് ഈ വിഷമദ്യ ദുരന്തം ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ആലോചിക്കുന്നുണ്ട്. പ്രമേയമായി തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ സഭ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയാണ് വഹിക്കുന്നത്. അടിയന്തര ധനസഹായവും മറ്റും നൽകിക്കൊണ്ട് മാത്രം ഈ ജീവനുകൾക്ക് പകരമാകില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. എക്സൈസ് മന്ത്രി രാജിവെക്കണം തുടങ്ങിയ ആവശ്യമാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 120ഓളം പേർ ഇനിയും ചികിത്സയിലുണ്ട്. ഇന്നലെ 10 പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നിരുന്നു. ഏതായാലും തീർത്തും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി തന്നെ ഈ വിഷമദ്യ ദുരന്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. 50 പേരുടെ ജീവൻ പൊലിഞ്ഞു. ഇതിൽ ഏതാണ്ട് 30-ലധികം ജീവൻ കരുണാപുരം എന്നുള്ള ഒരു ഗ്രാമത്തിൽ തന്നെയാണ്. ഒരു മരണാനന്തര ചടങ്ങിനിടെ വിളമ്പിയ ഈ വിഷമദ്യം കഴിച്ചാണ് ഇത്രയും അധികം ആളുകൾ ഈ ദുരന്തത്തിൽ പെടുന്നതും. ശരി ശ്രീധരൻ.